ഉള്ള സമയങ്ങളിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് രൂപപ്പെടുകയാണ്. ഒരു വചനം കേട്ടു, ആ വചനം കേട്ടു സന്തോഷമായി നമ്മൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ ഒരു വചനം, പ്രിയമുള്ളവരെ, ചില സ്ഥലങ്ങളിൽ ദൈവവചനം എത്താത്ത സ്ഥലങ്ങളിൽ, ദൈവവചനം സ്വീകരിക്കാൻ പറ്റാത്ത ചില ആളുകൾ ഉറക്കെ വിളിച്ചു പറയാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വചനം കേൾക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല, ആരെങ്കിലും ഒന്ന് വചനം പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ആളുകളുണ്ട്. നമുക്കിന്ന് കേരളത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ ഏത് വചനം വേണമെങ്കിലും നമുക്ക് കേൾക്കാം, ഏത് ധ്യാന കേന്ദ്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പോവാം. നമ്മുടെ സാഹചര്യം നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും പോവാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ കൊന്ത ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വചനം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു അറിവ് കിട്ടിയാൽ അപ്പോൾ തന്നെ പീഡകൻ, അതായത് പീഡിപ്പിക്കുന്നവൻ അവിടെ കടന്നു വരികയും അങ്ങനെയുള്ള ആളുകളെ പീഡിപ്പിക്കുകയും തകർക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുക. നമ്മളിന്ന് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാനായിട്ട് ദൈവം അനുവദിച്ചേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അനേകർക്ക്, ഞാൻ ഇന്ന് അല്പം മുമ്പേ ഒന്ന് ചിന്തിച്ചു, അതായത് ദൈവവിളി ലഭിച്ച ദൈവ ശുശ്രൂഷകരായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളുടെ രോഗങ്ങളോ പ്രശ്നങ്ങളോ തകർച്ചകളോ അതൊന്നും അവരുടെ അല്ല, നിങ്ങളുടെ അല്ല, നമ്മുടെ അല്ല ഈ പ്രശ്നങ്ങളൊന്നും. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക, കുഞ്ഞെ ഇതുപോലെ അസ്വസ്ഥ അനുഭവപ്പെടുന്നു, നീ എന്താ അസ്വസ്ഥ അനുഭവപ്പെടുന്നത്? അതേ അസ്വസ്ഥ അനുഭവപ്പെടുന്ന അനേകായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടി നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ദൈവവിളി ലഭിച്ച ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആത്മീയ ബോധ്യം അതാ. അത് തിരിച്ചറിയാത്ത വ്യക്തിയോ അവനവന്റെ പ്രശ്നമായിട്ട് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, അവനവന് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവനവന് വേണ്ടി തന്നെ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മാറുന്നില്ല. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ജോബ് അങ്ങനെ ചെയ്തത്. ജോബ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോബിനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ആടുകളെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ഒട്ടകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പരാതി പറഞ്ഞില്ല, പ്രാർത്ഥിച്ചില്ല. പക്ഷെ അനേകർക്ക് വേണ്ടിയിട്ട് ജോബ് പ്രാർത്ഥിച്ചപ്പോൾ, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ജോബ് പ്രാർത്ഥിച്ചപ്പോൾ ജോബിന് നഷ്ടപ്പെട്ടത് 10 ഇരട്ടിയായിട്ട് കൊടുക്കുന്നതായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നഷ്ടം ഈ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ആത്മീയതയിൽ ആയിരിക്കുന്ന വ്യക്തിക്കും ഉണ്ടാകും, ആത്മീയതയിൽ അല്ലാത്ത വ്യക്തികൾക്കും ഉണ്ടാകും. രോഗം ആത്മീയതയിൽ ആയിരിക്കുന്ന വ്യക്തികൾക്കുണ്ടായിരിക്കും, അതായത് ദൈവവിളി ലഭിച്ചവർക്കുണ്ടാകും. ലോകപ്രകാരം ജീവിക്കുന്നവർക്കും രോഗങ്ങളും തകർച്ചകളും ഉണ്ടാകാം. അപകടങ്ങള്, മരണങ്ങള് ആത്മീയ ദൈവവിളി ലഭിച്ചവർക്കും ഉണ്ടാകാം, അല്ലാത്തവർക്കും ഉണ്ടാകാം. പക്ഷെ ഓരോരുത്തരുടെയും ജീവിതം, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തി, ആത്മീയനായിക്കോട്ടെ ലൗകികനായിക്കോട്ടെ, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്